പാൻക്രിയാറ്റൈറ്റിസില് വേദനയെക്കുറിച്ചാണല്ലോ പറയാറുള്ളത്. എന്നാൽ 10 വർഷം മുൻപ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് വന്ന ഒരാൾക്ക് ഇപ്പോൾ വേദനയില്ലാതെ തന്നെ പെട്ടെന്ന് ഷുഗർ കൂടിയിരിക്കുന്നു. സ്റ്റൂൾ ഒട്ടലുകൾ ഉള്ളതിനാൽ ഡോക്ടർ MRCP നിർദ്ദേശിച്ചു. അതിൽ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് സ്ഥിരീകരിച്ചു. അതിനാൽ എപ്പോഴും വേദന ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ വേദനയുടെ തീവ്രത എപ്പോഴും അതിന്റെ ഗുരുതരതയുമായി ബന്ധിപ്പിക്കാനാവില്ല. അതിനാൽ വേദന കുറവാണെങ്കിലും നാശം കൂടുതലായിരിക്കാം. പാൻക്രിയനറ്റൈറ്റിസ് അറ്റാക്ക് വരുമ്പോൾ പെയിൻ കില്ലർ കഴിക്കുന്നത് രോഗത്തിന്റെ പുരോഗതി തടയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. രോഗികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു അറ്റാക്കിന് ശേഷം അത് വീണ്ടും വരുമോ എന്ന്. ഓരോ തവണയും പാൻക്രിയാസിന് എത്ര നാശം സംഭവിക്കും, ചികിത്സിച്ചില്ലെങ്കിൽ എന്തുണ്ടാകും? അവർക്ക് പേടിയും ഉണ്ട്, പിന്നെ അതിനെപ്പറ്റി വലിയ അറിവും ഇല്ല. ഈ വീഡിയോയിലൂടെ ആളുകൾക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനും അവരുടെ സംശയങ്ങൾ മാറ്റാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് വൈദ്യശിഖ പ്രകാശ് ആണ്. ഞാൻ പടാവ് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൻ്റെ മുഖ്യ ഡയറക്ടറാണ്. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പാൻക്രിയാറ്റൈറ്റിസിനെ ചുറ്റിപ്പറ്റി വളരെ കൂടുതൽ കണ്ടന്റ് തയ്യാറാക്കുകയാണ്. കാരണം ഞങ്ങൾ അതിൻ്റെ ചികിത്സയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്നു. പലവിധത്തിലുള്ള ചോദ്യങ്ങൾ രോഗികൾ ചോദിക്കുന്നു. ഉദാഹരണത്തിന് ഇന്നലെ തന്നെ പടാവിൽ ഒരു രോഗി ചോദിച്ചു, പാൻക്രിയാറ്റൈറ്റിസ് എന്ന പേര് ഞങ്ങൾ ആദ്യമായി കേട്ടത് ഈ രോഗം വന്നപ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. പാൻക്രിയാസ് എന്നത് എത്ര പ്രധാനമാണെന്ന് വായിച്ചപ്പോൾ മാത്രമാണ് മനസ്സിലായത്. അതുവരെ നമ്മൾ പലതും ശ്രദ്ധിക്കാതെ ചെയ്തിരുന്നു. ഈ രോഗം വന്ന ശേഷം മാത്രമാണ് അതിന്റെ ഗൗരവം മനസ്സിലായത്. ഇതാദ്യമായല്ല ഒരു രോഗി എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനെ പറ്റി കൂടുതൽ പറഞ്ഞു തരാമോ എന്ന് അവർ ചോദിച്ചു. പാൻക്രിയാസ് ദഹനത്തിന് എങ്ങനെ പ്രധാനമാകുന്നു എന്ന് അവൾ ചോദിച്ചു. പ്രമേഹത്തിന് മാത്രമാണ് ഇത് പ്രധാനമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇത്തരം സംശയങ്ങൾ പലർക്കുമുണ്ട്. ഈ വീഡിയോയിലൂടെ പാൻക്രിയാസ് രോഗങ്ങളെപ്പറ്റിയും അതിന്റെ രോഗങ്ങളെപ്പറ്റിയും ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അപൂർവമല്ലെങ്കിലും ഇതിനെക്കുറിച്ച് ആളുകൾക്ക് വേണ്ടത്ര അവബോധമില്ല. അതിനാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പാൻക്രിയാറ്റൈറ്റിസിനെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പാൻക്രിയാസിന്റെ പ്രധാന കാര്യം എന്താണ്, ഈ രോഗം എങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ നാം കൂടുതൽ നല്ല രീതിയിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച്. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ചോദ്യം, പാൻക്രിയാസിന്റെ സാധാരണ പ്രവർത്തനം എന്താണ്? അതിൻ്റെതായ സാധാരണ ഫിസിയോളജി എന്താണ്? അത് എങ്ങനെ എൻസൈംസ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നതും നോക്കാം. എന്റെ അഭിപ്രായത്തിൽ പാൻക്രിയാസ് വളരെ കഠിനമായി ജോലി ചെയ്യുന്ന ഒരു അവയവമാണ്. നമ്മുടെ വയറ്റിന്റെ പിൻഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ സൈലന്റ് വർക്കറാണ്. അർത്ഥം 24 മണിക്കൂറും പ്രവർത്തിക്കും. നിങ്ങളുടെ ഹോർമോണുകളിലും പ്രവർത്തിക്കും, നിങ്ങളുടെ ജീർണ പ്രക്രിയയിലും പ്രവർത്തിക്കും. സാധാരണയായി പ്രത്യേകിച്ച് രോഗം ഒന്നും ഇല്ലെങ്കിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കാറില്ല. അതിനാൽ പലർക്കും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകാറില്ല. പക്ഷേ പാൻക്രിയാറ്റൈറ്റിസ് വന്നാൽ രോഗികൾ പലപ്പോഴും ചോദിക്കും, ഡോക്ടറെ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു അവയവമാണോ ഇത്? ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, പേരും ആദ്യമായാണ് കേൾക്കുന്നത്. ഇതൊക്കെ വളരെ രസകരമായ അനുഭവങ്ങളാണ്. പലരും എനിക്ക് പാൻക്രിയാസ് ആയി എന്ന് തെറ്റായി പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് പാൻക്രിയാറ്റൈറ്റിസ് എന്ന രോഗമാണ്. പാൻക്രിയാസിൽ ഉണ്ടാകുന്ന ഒരു തരം വീക്കമാണിത്. നിശബ്ദമെങ്കിലും വളരെ ശക്തമായ ദഹനരസങ്ങൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവയവമാണിത്. നിങ്ങൾ കഴിക്കുന്ന കൊഴുപ്പും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം പൂർണ്ണമായി ദഹിപ്പിക്കുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ എൻസൈമുകൾ ഉപയോഗിച്ചാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു മാർഗം പറയാം. പാൻക്രിയാസ് നിർമ്മിക്കുന്ന ഒരു അത്യന്തം ശക്തമായ ആസിഡ് ഉണ്ട്. അത് പാൻക്രിയാസിനകത്ത് സുരക്ഷിതമായ രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. പിന്നെ അത് ക്രമമായി പാതയിലൂടെയും ഡക്റ്റുകൾ വഴിയുമാണ് പതിയെ പതിയെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നത്. ഭക്ഷണം ദഹിപ്പിക്കേണ്ടി വരുമ്പോൾ സാധാരണ അവസ്ഥയിൽ പാൻക്രിയാസ് നിർമ്മിക്കുന്ന ജ്യൂസ് വളരെ സ്മാർട്ടായ ഒരു സിസ്റ്റം വഴി സുരക്ഷിതമായ രീതിയിലാണ് അതിനുള്ളിൽ സൂക്ഷിക്കുന്നത്. ഇത് ചെറുകുടലിലേക്ക് അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അവിടെ വെച്ച് ഹോർമോൺ പ്രവർത്തനങ്ങളിലൂടെയും രാസമാറ്റങ്ങളിലൂടെയും പ്രവർത്തനക്ഷമമായി മാറുന്നത്. എന്നാൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന അവസ്ഥയിൽ ഈ മുഴുവൻ രാസപദാർത്ഥങ്ങളും എൻസൈമുകളും പാൻക്രിയാസിനകത്ത് തന്നെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സാധാരണയായി ചെറിയ ആന്ത്രത്തിൽ ആഹാരം ദഹിപ്പിക്കാനാണ് ഈ എൻസൈമുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ പാൻക്രിയാറ്റൈറ്റിസിൽ എൻസൈമുകൾ നിങ്ങളുടെ പാൻക്രിയാസിനകത്ത് തന്നെ ആക്ടിവേറ്റ് ആയതിനാൽ അവ പാൻക്രിയാസിനെയും അതിലെ ഡക്റ്റുകളെയും വഴിയിൽ വരുന്ന എല്ലാ ടിഷ്യൂസുകളെയും തിന്ന് നശിപ്പിക്കാൻ തുടങ്ങുന്നു. അതായത് പാൻക്രിയാറ്റൈറ്റിസിൽ നിങ്ങളുടെ ശരീരം സ്വയം ദഹിപ്പിക്കാൻ തുടങ്ങുന്നു. ഭക്ഷണം ദഹിപ്പിക്കാൻ ഉണ്ടാക്കിയിരുന്ന ജ്യൂസുകൾ തന്നെ പാൻക്രിയാസിനെ ദഹിപ്പിക്കാൻ തുടങ്ങുന്നു.
ഇതുകൊണ്ടാണ് സെല്ലുലാർ ദഹനം നടക്കുമ്പോഴും വേദനയുണ്ടാവുന്നത്. അതിനാലാണ് പിന്നെ ആ വേദന തുടങ്ങുന്നത്. ഇതേ ക്രമത്തിൽ പലപ്പോഴും രോഗികൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കിടക്കുമ്പോൾ എൻ്റെ വേദന കൂടുതൽ കൂടുന്നു, നേരെ കിടക്കാൻ കഴിയുന്നില്ല, പക്ഷേ ഞാൻ ഇരിക്കുമ്പോഴും കുറച്ച് മുന്നോട്ട് ചായ്ന്ന് കാൽ മടക്കി ഇരിക്കുമ്പോൾ വേദന കുറയുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഞാനിങ്ങനെ മറുപടി നൽകാം. ഇത് വ്യക്തമായി പറഞ്ഞാൽ, പാൻക്രിയാസ് നമ്മുടെ വയറ്റിൽ പിന്നിലായി സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ്. ഇത് സ്പൈൻക്ക് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് നമ്മുടെ സ്പൈനിന്റെ അടുത്താണ്. പാൻക്രിയാസിന്റെ നാഡികൾ അതിനെ സ്പർശിച്ചുകൊണ്ടാണ് പോകുന്നത്, അതിനാൽ വേദന ഉണ്ടാകുമ്പോൾ അതിലൂടെ തന്നെ വേദന പടരുന്നു. നമ്മൾ കിടക്കുമ്പോൾ അത് സ്പൈന്റെ സ്പർശത്തിൽ വരുന്നു, അതുകൊണ്ടാണ് വേദന കൂടുതൽ അനുഭവപ്പെടുന്നത്. എങ്കിലും അവർ വളഞ്ഞ് ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നേരെ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴും അവർക്ക് ആശ്വാസം ലഭിക്കുന്നു. അതിനാൽ പലപ്പോഴും രോഗിക്ക് തോന്നാറുണ്ട് വേദന വളരെ ആഴത്തിലുള്ളതാണെന്നും ആരോ കുത്തുകയോ കത്തിയാൽ മുറിക്കുകയോ ചെയ്യുകയാണെന്ന്. ഇത്തരത്തിലുള്ള വിവരണങ്ങൾ പലപ്പോഴും അവർ നൽകാറുണ്ട്. കൂടാതെ പാൻക്രിയാസിന്റെ വേദനയെ ഓരോ രോഗിക്കും വളരെ വ്യക്തമായി വ്യത്യാസപ്പെടുത്താൻ കഴിയും. അതാണ് പാൻക്രിയാറ്റൈറ്റിസിന്റെ വേദന. ഇത് സാധാരണ വേദനയല്ല, എങ്കിലും ചിലപ്പോൾ ഗ്യാസ്ട്രിക് വേദനയും ഉണ്ടാകാറുണ്ട്. അത് പാൻക്രിയാറ്റൈറ്റിസ് വേദനയെ അനുകരിക്കാറുണ്ട്. പക്ഷേ ഒരു ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് രോഗിക്ക് അല്ലെങ്കിൽ പലതവണ അറ്റാക്ക് അനുഭവിച്ചവർക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും ഇത് പാൻക്രിയാസിന്റെ വേദനയാണോ ഗ്യാസ്ട്രിക് വേദനയാണോ എന്ന്. മറ്റൊരു കാര്യം, മുന്നോട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ കുറയുന്നതും അതിനാൽ രോഗിക്ക് ആശ്വാസം ലഭിക്കുന്നതും ആണ്. അതിനാൽ പാൻക്രിയാറ്റൈറ്റിസ് രോഗികൾക്ക് ശരിയായ പോസ്ചർ വളരെ പ്രധാനമാണ്. ഞങ്ങൾ ചികിത്സയിൽ രോഗികളെ എപ്പോഴും ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് കഴിയുന്നത്ര വിശ്രമിക്കണം, ക്ഷീണപ്പെടരുത്, ഈ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കണം എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, നമ്മൾ എപ്പോഴും വേദനയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇന്നലെ എൻ്റെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. രോഗി പറഞ്ഞു, എനിക്ക് ഒരിക്കലും വേദന ഉണ്ടായിട്ടില്ല, പക്ഷേ ഏകദേശം 10 വർഷം മുമ്പ് ഒരിക്കൽ വേദന അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് ആയിരുന്നു. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് അപ്രതീക്ഷിതമായി എനിക്ക് ഷുഗർ കൂടി, പിന്നെ സ്റ്റൂളിനും പ്രശ്നമുണ്ടായി. ഡോക്ടർ പറഞ്ഞു MRCP ചെയ്യാൻ, അതിനുശേഷം മനസ്സിലായി നേരെ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിലേക്ക് മാറിയിരിക്കുന്നു എന്ന്. പക്ഷേ എനിക്ക് ഒരിക്കലും വേദന ഉണ്ടായിട്ടില്ല, അതിനാൽ എപ്പോഴും വേദന ഉണ്ടാകണം എന്നില്ല. രോഗം പുരോഗമിച്ച് ക്രോണിക് അവസ്ഥയിലെത്തുകയും ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യാം. പലപ്പോഴും വേദനയും രോഗത്തിന്റെ തീവ്രതയും തമ്മിൽ ബന്ധമുണ്ടാകില്ല. കഠിനമായ വേദനയില്ലാത്തപ്പോഴും നാശം കൂടുതലാകാം, തിരിച്ചും സംഭവിക്കാം. അതിനാൽ വേദനയെ മാത്രം അടിസ്ഥാനമാക്കി രോഗാവസ്ഥ വിലയിരുത്താനാവില്ല. ഇതേ രീതിയിൽ ഇന്നലെ ഒരു കുട്ടി എന്നോട് ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ട്. ആ കുട്ടി ഹരിയാനയിൽ നിന്നാണ് വന്നത്. അവൻ എന്നോട് ചോദിച്ചു, മേം, ഈ വേദന എല്ലായ്പ്പോഴും മാറിമറിഞ്ഞു വരുന്നു. ചിലപ്പോൾ സ്ഥിരതയോടെ ഇരിക്കുന്നു, ചിലപ്പോൾ ഇല്ലാതാകുന്നു, ചിലപ്പോൾ പെട്ടെന്ന് കൂടുകയും ചെയ്യുന്നു. ഇതിന്റെ കാരണം എന്താകാം എന്നതാണ് ചോദ്യം. പങ്ക്രിയാസിന്റെ വേദന പലപ്പോഴും മാറിമറിഞ്ഞാണ് വരുന്നത്. അതിന് സ്ഥിരതയുണ്ടാകാറില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അതിനെ നേരിടാൻ വളരെയധികം കഴിവുണ്ട്. അവൻ ചോദിച്ച ചോദ്യം പ്രസക്തമുള്ളതാണ്. അതിനാൽ എപ്പോഴെങ്കിലും ഒരു അറ്റാക്കോ വേദനയോ ഉണ്ടായാൽ ശരീരം സ്വാഭാവികമായി അത് പരിഹരിക്കാൻ ശ്രമിക്കും. ശരീരത്തിന് ശക്തമായ പ്രതിരോധ സംവിധാനമുള്ളതിനാൽ ലക്ഷണങ്ങൾ മാറിയേക്കാം. എന്നാൽ ലക്ഷണങ്ങൾ മാറിയതുകൊണ്ട് മാത്രം പാൻക്രിയാറ്റൈറ്റിസ് പൂർണ്ണമായും ഭേദമായെന്ന് കരുതരുത്. വേദന മാറി വിശ്രമിക്കുമ്പോൾ നമുക്ക് സുഖപ്പെട്ടെന്ന് തോന്നാം. പക്ഷേ ജോലി ചെയ്യുകയോ ഭാരമുള്ള ആഹാരം കഴിക്കുകയോ ചെയ്യുമ്പോൾ വേദന വീണ്ടും വരാം. രോഗത്തിന്റെ അടിസ്ഥാന കാരണം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ രോഗം പതിയെ പുരോഗമിക്കുകയും ചെറിയ വേദന തുടരുകയും ചെയ്യും. ഇതാണ് ഈ വേദനയുടെ മാറിമറിയുന്ന സ്വഭാവം. ഒരിക്കൽ വേദന ഉണ്ടാകുന്നു, പിന്നെ ഇല്ലാതാകുന്നു. ആക്യൂട്ട് അറ്റാക്കുകൾക്ക് പുറമെ രോഗിക്ക് അനുഭവപ്പെടുന്ന മറ്റ് ലക്ഷണങ്ങൾക്കും ശ്രദ്ധ നൽകണം. വേദന ഇല്ലാതാകുന്നത് രോഗം പൂർണ്ണമായും സുഖപ്പെട്ടുവെന്നോ അർത്ഥമല്ല, പ്രത്യേകിച്ച് ഇത് ആവർത്തിച്ച് സംഭവിക്കുന്ന പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള അവസ്ഥയാണെങ്കിൽ. ഇതിൽ ഞാൻ മറ്റൊരു കാര്യവും പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പാൻക്രിയാസ് ദഹനത്തിനുള്ള ഏറ്റവും വലിയ അവയവങ്ങളിലൊന്നാണ്. ദഹനം നിർവഹിക്കുന്നത് പാൻക്രിയാസാണ്. വേദനയ്ക്കു പുറമെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്: ബ്ലോട്ടിംഗ്, വാതം, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, ലൂസ് മോഷൻസ് എന്നിവ. രോഗികൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ബ്ലോട്ടിംഗ് ഉണ്ട് എന്ന്. എന്നാൽ ഈ ബ്ലോട്ടിംഗ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ദഹനം ശരിയല്ലെങ്കിൽ ഭക്ഷണം ദഹിക്കാതെ അവശേഷിക്കുന്നു. ഇത് ആന്ത്രങ്ങളിൽ ഫെർമെന്റേഷൻ ഉണ്ടാക്കി വാതം രൂപപ്പെടുന്നു. ഇതിനെയാണ് ഉദരവീക്കം എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഇതിനെ ആട്ടോ അല്ലെങ്കിൽ വയറ്റിലെ ഭാരമെന്ന് പറയുന്നു. ഇതാണ് ബ്ലോട്ടിങ്ങിന്റെ കാരണം.
ഭക്ഷണം കഴിച്ചിട്ടും ദഹിച്ചില്ലെങ്കിൽ ഇങ്ങനെ വരാം. പോഷകാഹാരക്കുറവോ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ ശരിയായി ദഹിക്കാത്തവോ ഇതിന് കാരണമാകാം. ഭക്ഷണം ദഹിക്കാതെ വരുമ്പോൾ പോഷകങ്ങൾ ലഭിക്കില്ല. പാൻക്രിയാസ് സംബന്ധമായ പ്രശ്നങ്ങളുള്ള രോഗികളിൽ ഇത്തരം ലക്ഷണങ്ങൾ സാധാരണയായി കാണാറുണ്ട്. വേദനയ്ക്ക് പുറമെ അതുപോലെ തന്നെ ലൂസ് മോഷൻസും, അതിനാൽ വയറിളക്കം, ഇവയൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടു കിടക്കുന്നു. ഉദാഹരണത്തിന്, പാൻക്രിയാസ് സംബന്ധമായ രോഗികളിൽ ഭക്ഷണം ശരിയായി ദഹിക്കപ്പെടുന്നില്ല, അതായത് ഭക്ഷണം നമ്മുടെ ആന്ത്രങ്ങളിൽ ശരിയായി പിടിച്ചുവയ്ക്കാൻ കഴിയുന്നില്ല. അതിനാലാണ് പലപ്പോഴും വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ബ്ലോട്ടിംഗ്, ലൂസ് മോഷൻസ്, ഭക്ഷണം ശരിയായി ദഹിക്കാത്തത് ഒക്കെയാണ് പാൻക്രിയാസ് സംബന്ധമായ വേദനയ്ക്ക് പുറമെയുള്ള പ്രധാന ലക്ഷണങ്ങൾ. മറ്റൊരു ലക്ഷണമാണ് സ്റ്റെറ്റോറിയ. മലത്തില് എണ്ണമയമോ കൊഴുപ്പോ അധികമായി കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇതും പാൻക്രിയാസ് സംബന്ധമായ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഇത് വീണ്ടും സംഭവിക്കുമോ എന്ന് രോഗികൾ പലപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ്. ഓരോ തവണ അറ്റാക്ക് ഉണ്ടാകുമ്പോഴും പാൻക്രിയാസിന് എത്രത്തോളം നാശം സംഭവിക്കും, ചികിത്സിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളും സംശയങ്ങളും ആളുകൾക്കുണ്ടാകാറുണ്ട്. പാൻക്രിയാസിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഈ രോഗത്തെക്കുറിച്ച് ആളുകൾക്ക് വളരെ കുറച്ച് അറിവാണ് ഉണ്ടാകുന്നത്. അറ്റാക്ക് വന്നതിനു ശേഷം, ആദ്യമായി രോഗം ഡയഗ്നോസ് ചെയ്തതിനു ശേഷം മാത്രമാണ് അവർക്ക് ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. അതിനാൽ അവർ വളരെ ഭയന്നും അറിയാതെയും ഇരിക്കാറുണ്ട്. ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ ആളുകളെ അറിയിക്കാനും ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനും കഴിയണം എന്നതാണ്. അതിന്റെ ഭാഗമായാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പാൻക്രിയാസിന്റെ അറ്റാക്ക് വന്നാൽ വളരെ അപൂർവമായാണ് അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത്. ഇത് ആവർത്തിച്ച് സംഭവിക്കുന്ന ഒരു രോഗമാണ്. ചില കേസുകളിൽ ഇത് സ്വയം നിയന്ത്രിക്കപ്പെടുന്നവയുമാണ്, അതായത് പിന്നീട് ചികിത്സയുടെ ആവശ്യം ഇല്ലാതാകാം. പക്ഷേ ഭൂരിഭാഗം കേസുകളിൽ ഇത് ആവർത്തിച്ച് കാണപ്പെടുന്നു. അറ്റാക്ക് വരുമ്പോൾ തീർച്ചയായും പാൻക്രിയാസിലെ സെല്ലുകൾക്ക് ഒരു നാശം സംഭവിക്കുന്നു. പലപ്പോഴും ശരീരം അതിൽ നിന്ന് വീണ്ടെടുക്കാറുണ്ട്, പക്ഷേ അത് പൂർണ്ണമായും പുനരുദ്ധരിക്കപ്പെടുന്നില്ല. പലപ്പോഴും ചെറിയൊരു ട്രിഗർ പോലും ഉണ്ടായാൽ, അല്ലെങ്കിൽ ആവർത്തിച്ച് അറ്റാക്ക് വരുമ്പോൾ അവയുടെ പ്രതിരോധശേഷി കുറയുന്നു. ചെറിയൊരു ട്രിഗർ, ചെറിയൊരു ആക്ഷൻ പോലും ഉണ്ടായാൽ അറ്റാക്കിന് ശേഷം വളരെ വേഗത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ വരാം. ഈ അവസ്ഥ ഡയബറ്റിസ് രോഗികളിൽ കൂടുതലായി കാണപ്പെടുന്നു, കാരണം അവരുടേത് ആ ഓർഗൻ ദുർബലമായിരിക്കും. അതിനാൽ ഏതെങ്കിലും ചെറിയൊരു കാരണത്താൽ പോലും വീണ്ടും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അടുത്തിടെ ചില രോഗികൾ പറയുന്നത്, മുമ്പ് 2 വർഷത്തിലൊരിക്കൽ വന്നിരുന്ന അറ്റാക്ക് ഈ വർഷം 6 തവണ വന്നെന്നാണ്. ഇത് നിശ്ചിതമല്ല, ഭക്ഷണരീതി അനുസരിച്ച ഇരിക്കും. കഴിഞ്ഞ 6 വർഷമായി നിങ്ങൾ ശരീരം ശ്രദ്ധിക്കാത്തതാകാം ഇതിന് കാരണം. നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ കൂടുതൽ മോശമായിരിക്കാം. അതിനാൽ പല കാരണങ്ങളാലും ഈ പ്രശ്നങ്ങൾ ഈ നിലയിലേക്ക് എത്തിച്ചേരുന്നു. പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഈ പാൻക്രിയാറ്റൈറ്റിസ് അറ്റാക്ക് വരുമ്പോൾ പലതവണ പെയിൻ കില്ലർ മരുന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ പെയിൻ കില്ലർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക പാൻക്രിയാറ്റൈറ്റിസിന്റെ പുരോഗതിയെ തടയുമോ? അങ്ങനെ രോഗം നിൽക്കുമോ? അതിന് ഞാൻ സാധാരണയായി നേരിട്ട് പറയുന്നത് ഇതാണ്: പെയിൻ കില്ലർ എന്നത് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ നാഡീവ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ വേദനാ നിയന്ത്രണത്തിൽ സഹായിക്കുന്നതുമാണ്, രോഗം തടയുന്നതിലല്ല. ചിലപ്പോൾ അണുബാധയെ കുറച്ച് ശമിപ്പിക്കാനും ഇത് സഹായിക്കും, പക്ഷേ ഒടുവിൽ അടിസ്ഥാനത്തിനുള്ള കാരണങ്ങൾ, അതായത് നിങ്ങളുടെ എൻസൈമിന്റെ സജീവീകരണം അല്ലെങ്കിൽ അവിടെയുള്ള രക്തപ്രവാഹം, അണുബാധ എന്നിവയിൽ ഇത് പ്രവർത്തിക്കുന്നില്ല. തീർച്ചയായും പാൻക്രിയറ്റൈറ്റിസിൽ ആദ്യഘട്ടം വേദന നിയന്ത്രണമാണ്. കാരണം മനുഷ്യപരമായ കോണിൽ നോക്കിയാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം പാൻക്രിയാസിന്റെ വേദന അത്യന്തം അസഹ്യവും ഭയാനകവുമാണ്. രോഗികൾ പറയുന്നത് ഈ വേദനയിൽ നിന്ന് മോചനം നൽകൂ എന്നാണ്. 11ാമത്തെ രോഗിയുടെ അറ്റൻഡന്റിനോട് പെയിൻ കില്ലറിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു, ആദ്യം വേദന മാറ്റാൻ മരുന്ന് തരൂ, ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെടുകയാണ്. പാർശ്വഫലങ്ങളെക്കുറിച്ച് അവന് ആശങ്കയില്ല. ആദ്യം വേദനയ്ക്കുള്ള ചികിത്സ നൽകണം. ഇതിലൂടെ വേദന കുറയ്ക്കാം. തുടർ ചികിത്സയിലൂടെ രോഗം നിയന്ത്രിക്കാനാകും. ഇന്നത്തെ വീഡിയോയിൽ നാം പാൻക്രിയാസിന്റെ സാധാരണ ഫിസിയോളജിക്കൽ പ്രവർത്തനങ്ങൾ എന്താണെന്ന്, നമ്മുടെ ശരീരത്തിനും പ്രത്യേകിച്ച് നമ്മുടെ ജീർണ്ണ പ്രക്രിയയ്ക്കും അത്രയും പ്രധാനപ്പെട്ട ഒരു അവയവമാണെന്ന്, അതിന്റെ ആവശ്യകതയെക്കുറിച്ചും പാൻക്രിയാറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി. ബ്ലോട്ടിംഗോ ദഹനക്കുറവോ ആകട്ടെ, വേദന നിയന്ത്രണത്തിലെ പങ്ക് എന്താണ്, ഏത് രീതിയിലുള്ള ഇരിപ്പാണ് ആശ്വാസം നൽകുന്നത്, വേദന കൂടുന്നത്? ആശ്വാസം നൽകാത്ത ഇരിപ്പുമുണ്ട്. ഈ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. എന്റെ അടുത്ത വീഡിയോയിലൂടെ അതിന് ഉത്തരം നൽകാൻ ഞാൻ ശ്രമിക്കും.